ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ ചെറുതെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ പ്രധാനപ്പെട്ട വലിയ അടയാളം വരാനിരിക്കുന്ന 10 അടയാളങ്ങളെ കോർത്ത് കാണിക്കുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരാൻ അടുത്തിരിക്കുന്നു. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന് ഇസ്സത്താണ്, മുസ്ലിമീങ്ങൾക്ക് അന്തസ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് ഭൂമി മുഴുവനും അക്രമങ്ങൾ കൊണ്ട് നിറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മഹ്ദിയു മിന്നാ, ഇമാം മഹ്ദി അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ, ഭൂമി മുഴുവനും നീതി കൊണ്ട് നിറയ്ക്കും. കമാ മുലിഅതു ളുൽമൻ വജൗറാ, ഭൂമിയിൽ അക്രമവും അരാജകത്വവും നിറയ്ക്കപ്പെട്ട് കഴിഞ്ഞ് അജിലൽ ജബ്ഹ അഖ്നൽ അൻഫ്, നെറ്റി വീതി കൂടിയ ആളാണ്, മൂക്ക് വളഞ്ഞു കൂർത്ത വെളുത്ത സുന്ദരനാണ്, സുറുമയിടപ്പെട്ട കണ്ണുകളാണുള്ളത്, മെലിഞ്ഞയാളുമാണ്. ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്ന ഹദീസുണ്ട്. ഇമാം മഹ്ദിയുടെ കാലത്ത് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് ദുആ ചെയ്തപ്പോ ഒരാൾ ആമീൻ പറഞ്ഞില്ല, ഒരു ചെറുപ്പക്കാരനാ. ഞാൻ നീ എന്താ ആമീൻ പറയാഞ്ഞത്? പൊന്നുസ്താദെ, ഇമാം മഹ്ദി വന്നാൽ ദജ്ജാല് വരും, ദജ്ജാല് വന്നാൽ പിന്നെ കൊല്ലാൻ ഈസാ നബി വരണം, ഇതൊന്നും കാണാനുള്ള തൊലിക്കട്ടി എനിക്കില്ല. അങ്ങനെയുണ്ട്. പേടിച്ച് ഒരു പേടിക്കുന്ന സാധനം അല്ലേ? നിങ്ങൾക്ക് പറയാം, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് 3 പശ്ചാത്തലം ഉണ്ടാകണം, 3 കാരണങ്ങൾ ഉണ്ടാകണം. അതുണ്ടായിട്ടേ ഇമാം മഹ്ദി വരൂ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല. ഹത്താ, മുത്തുനബി പറയുകയാണ്, യൂപ്രട്ടീസ് നദി ഹത്താ യഹ്സിറൽ ഫുറാത്തു അൻ ജബലിൻ മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു പർവ്വതത്തെ പുറത്ത് കാണിക്കുന്നത് വരെ. ഫമൻ ഹളറഹു ഫലാ യഖുനു മിൻഹു ശൈആ, ആരവിടെ എത്തിയാലും ആ സ്വർണത്തിന്റെ മലയിൽ നിന്ന് ഒന്നുപോലും എടുത്തു പോകരുത്. യുഖ്തലു മിൻ കുല്ലി മിഅത്തിൻ 99, 100ൽ 99 പേരും കൊല്ലപ്പെടും. ഫുറാത്ത് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, യൂപ്രട്ടീസ്. അതിലെ വെള്ളത്തിന്റെ ഒഴുക്ക്, നീര് കുറഞ്ഞു വരികയാ. അപ്പോൾ അത് സ്വർണത്തിന്റെ ഒരു മലയങ്ങോട്ട് പുറത്തേക്ക് കാണിക്കും. അത് ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് നടക്കണം. ഇതൊന്നാമത്തെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സതുസാലിഹൂന റൂമ സുൽഹൻ ആമിനാ വതഗ്സൂന അൻതും വഹും അദുവ്വൻ മിൻ വറാഇഹിം വഫീ റിവായത്തിൻ അദുവ്വൻ മിൻ വറാഇകും, നിങ്ങളും പാശ്ചാത്യരും ക്രിസ്ത്യാനികളും കൂടി ഒരുമിച്ച് ഒരു മസ്ലഹത്ത് നടത്തും, ഒരു സന്ധി. നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളും പാശ്ചാത്യ ക്രൈസ്തവരും കൂടി ഒരു സന്ധി നടത്തും. എന്നിട്ട് നിങ്ങളും അവരും ഒരുമിച്ച് ഒരു പൊതുശത്രുവിനോട് യുദ്ധം ചെയ്യും. അവരുടെ പിന്നിലുള്ള, ഒരു റിവായത്തിൽ നിങ്ങളുടെ പിന്നിലുള്ള, അവരുടെ പിന്നിലുള്ള, നിങ്ങളുടെ പിന്നിലുള്ള. ഇനി വീട്ടിൽ പോയിട്ട് ഗ്ലോബ് എടുത്തിട്ട് നോക്കുക. അവരുടെ പിന്നിലുള്ള, പാശ്ചാത്യരുടെ പിന്നിലുള്ള, നിങ്ങളുടെ പിന്നിലുള്ള ഒരു ശത്രു. അതാരായിരിക്കും ഇസ്മായിൽ ഉസ്താദെ? ഉസ്താദ് ഔറാൻ ചിന്തിച്ചത് മനസ്സിലായി. ആരായിരിക്കും? ചൈനയോ ഇറാനോ? എനിക്ക് ഇപ്പൊ തോന്നുന്നു അമേരിക്ക ആയിട്ടാ. അവരുടെ പിന്നില്, നിങ്ങളുടെ പിന്നില്. അതാരാ അവിടെ ഉള്ളത്? ആരാ ഉസ്താദെ? അല്ല, അമേരിക്ക അല്ലേ? സാധ്യതയാണ്, അള്ളാഹുവിന്റെ റസൂല് വ്യക്തമാക്കിയിട്ടില്ല ആരാണ് ആ ശത്രു. യുദ്ധം ചെയ്യും. ആര് ജയിക്കും? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ യുദ്ധത്തിൽ ജയിക്കും. വതസ്ലമൂൻ വതഗ്നമൂൻ വതൻസിലൂന ബിമർജിൻ ദീ തുലൂൽ, പച്ചപ്പുല്ല് പിടിച്ചു കിടക്കുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾ വിശ്രമിക്കും. നിങ്ങൾ ഗനീമത്ത് വാരിക്കൂട്ടും. നിങ്ങളും പാശ്ചാത്യരും യുദ്ധത്തിൽ വിജയിക്കുമ്പോൾ ഫയഖൂമു ഇലൈഹി റജുലും മിൻ അഹ്ലിൻ നസ്രാനിയ, ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു ജുന്തി, ഒരു പട്ടാളക്കാരൻ എഴുന്നേക്കും. യർഫഉസ് സ്വലീബ്, കുരിശ് ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, അലാ ഗലബസ് സ്വലീബ്, ഇന്നത്തെ യുദ്ധത്തിൽ വിജയിച്ചത് ക്രിസ്ത്യാനികളാണെന്ന് പറയുമ്പോൾ ഫയഖൂമു ഇലൈഹി റജുലും മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ എഴുന്നേൽക്കും. ഫയഖ്തുലു, അയാളെ കൊന്നുകളയും. ഇങ്ങനെ ഒരു അവിവേകം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഫയദുക്കൂന്നും റിവായത്തിലുണ്ട്, കുരിശനെ ഓടിച്ചു കളയും, അയാളെ കൊല്ലും.
പറഞ്ഞത് അത്ര മോശമല്ലേ? എല്ലാവരും കൂടെ യുദ്ധം ചെയ്തിട്ട് ജയിച്ചത് ഞങ്ങൾ ഒറ്റയ്ക്കാന്ന് പറഞ്ഞാൽ പറ്റുമോ? അപ്പൊ എന്ത് സംഭവിക്കും? മുത്തുനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഹീനഇദിൻ തഗ്ദിറുർ റൂം, റോമക്കാർ ഈ സുൽഹ്, ഈ സന്ധി പൊളിച്ചിട്ട് അവരുടെ നാട്ടിലേക്ക് പോകും. വതജ്മഊൻ വതഅതൂനകും, അവര് ചെന്നിട്ട് പട്ടാളക്കാരെ ഒരുമിച്ച് കൂട്ടും, നിങ്ങളുടെ അടുത്തേക്ക് അവര് വരും. എത്ര കാലം കഴിഞ്ഞ് വരും? അവര് കദരി ഹംലിൽ ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്ന സമയം 9 മാസം കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും. കണ്ടോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണക്കേ. അത് വഹി കൊണ്ട് പറയുന്നതല്ലേ മുത്തുനബി? തെറ്റുവോ? ഇല്ലല്ലോ. ഒമാ എന്തിക്കോ അനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം നബി മൊഴിയാറില്ലല്ലോ. വയഅതൂനകും തഹത 80 ഗായ തഹത കുല്ലി ഗായത്തിൻ 12,000 80 കമാൻഡർമാരുടെ പിന്നിൽ പാശ്ചാത്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓരോ കമാൻഡറുടെ പിന്നിലുമുണ്ട് 12,000 12,000 മിലിറ്ററി പട്ടാളം. കണ്ടോ, പാശ്ചാത്യർ നിങ്ങളുടെ അടുത്തേക്ക് വരും 80 കൊടികളുടെ പിന്നിൽ, ഓരോ കമാൻഡറുടെ പിന്നിലും 12,000 പട്ടാളം. 4ാം ക്ലാസ്സിൽ വെച്ച് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിക്കാത്ത 10ാം ക്ലാസ് വരെ കൊണ്ടുപോയവർക്ക് ആ കണക്ക് കൂട്ടാൻ പറ്റും. 9,60,000 പട്ടാളം. ഇനി ഒരു സ്വലാത്തിയല്ല അള്ളാഹുവിൻ്റെ റസൂലിന്, ആ സ്വലാത്ത് ഒരു സ്വലാത്തായിരിക്കണം അല്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9,60,000 പാശ്ചാത്യൻ പട്ടാളം നിങ്ങളുടെ അടുത്തേക്ക് വരും. എവിടെയാണ് അവര് വരുന്നത്? അവര് വന്നിട്ട് യുദ്ധം ചെയ്യുമോ? എത്ര ദിവസം യുദ്ധം ചെയ്യും? മുസ്ലിം പട്ടാള ക്യാമ്പ് എവിടെയാണ്? എല്ലാം ഹദീസിന്റെ താളുകളിലുണ്ട്. ആ യുദ്ധത്തിന്റെ പേരാണ് മൽഹമത്തുൽ കുബ്ര. ഇമാം മുസ്ലിം, ബുഖാരി, മിഷ്കാത്ത് ഒക്കെ ഉണ്ട്. ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ 3ാം ലോക മഹായുദ്ധത്തെ പറ്റി മൽഹമത്തുൽ കുബ്ര എന്നാ പറയുന്നത്. ഒരു വലിയ യുദ്ധം വരാനുണ്ട്. ആ യുദ്ധത്തെ പറ്റി കൂടുതൽ അറിവില്ലാത്തതും മുസ്ലിങ്ങൾക്ക് തന്നെയാ. ക്രിസ്ത്യാനികൾക്കും അറിയാം, ജൂതന്മാർക്കും അറിയാം. ക്രിസ്ത്യൻ കുട്ടികൾ പറയും, ഓ ജീസസ് കം, യേശുവെ വന്നാലു. കണ്ടോ, ഈസാ നബി വരാനെടുത്തു. ഈസാ നബി വരണമെങ്കിൽ ദജ്ജാൽ വരാനെടുത്തു അല്ലേ? ദജ്ജാൽ വരുന്നത് എപ്പോഴാ? ഇമാം മഹദിയുടെ ലാസ്റ്റ് സമയത്താ. ഇമാം മഹദിയും ഈസാ നബിയും ഒന്നിച്ച് കുറച്ചു കാലം താമസിക്കും. ഈസാ നബി ഭരിക്കുന്ന സമയത്ത് ഇമാം മഹദി വഫാത്താകും, ബൈത്തുൽ മുഖദ്ദസിൽ ഖബറടക്കും. ഈസാ നബി വന്നു കഴിഞ്ഞ് കല്യാണം കഴിക്കും, 2 ആൺകുട്ടികൾ ഉണ്ടാവും, മുഹമ്മദ്, മൂസ എന്ന് പേരിടും. എല്ലാം ഹബീബായ റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നു സഹോദരങ്ങളെ, നമുക്ക് പറഞ്ഞു തന്നു. ആമിന ബീവിയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ. മുത്തുനബി പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യൻസിലർ റൂമു ബിദാബികിൻ ഔ ബിൽ അഅമാക്. സഹീഹായ ഹദീസാണ്. പാശ്ചാത്യൻ പട്ടാളം ദാബിക്കിലോ അഅമാക്കിലോ ഇറങ്ങാതെ ലോകം അവസാനിക്കുകയില്ല. ഫുസ്താത്തുൽ മുസ്ലിമീന യൗമൽ മൽഹമത്തിൽ കുബ്റാ ബി അർലിൻ യുഖാലു ലഹാ അൽ ഗൂത. മുസ്ലിമീങ്ങളുടെ പട്ടാള ക്യാമ്പ് അൽ ഗൂത എന്ന ഗ്രാമത്തിലായിരിക്കും. വഫീഹാ മദീനത്തുൻ, അവിടെ ഒരു പട്ടണമുണ്ട്. യുഖാലു ലഹാ ദിമഷ്കു, ആ വലിയ പട്ടണത്തിന്റെ പേര് ഡമാസ്കസ് എന്നാണ്. ഡമാസ്കസിനടുത്ത് അൽ ഗൂത്ത എന്ന ഗ്രാമത്തിൽ മുസ്ലിം പട്ടാളത്തിന്റെ ക്യാമ്പും ഉണ്ടാവും. അവിടെയാണ് പാശ്ചാത്യർ 9,60,000 പട്ടാളം വന്ന് തമ്പടിക്കുക. അതൊരു യുദ്ധവാ സുഹൃത്തുക്കളെ. ആ യുദ്ധം ഇന്നത്തതുപോലെ രാത്രി ബോംബിംഗ് ഒന്നുമല്ല. അന്നൊരു ബോംബും കാണൂല, അന്നൊരു മെഷീൻ ഗണ്ണും കാണൂല. അന്ന് കുതിരയും വാളും കുന്തവും കൊണ്ടായിരിക്കും. അത് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ലക്കു, അവരെ ബന്ധിപ്പിക്കും. നേരം സന്ധ്യയാകുമ്പോൾ സുയൂഫഹും, അവരുടെ വാളുകളെ ബിസ്സൈത്തൂൻ, ഒലിവ് മരത്തിൽ തൂക്കിയിടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടൊരു ഒന്നും മനസ്സിലാകുന്നില്ല. റഷ്യ ഉക്രൈനെ അടിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഇതാ 4 മാസം കഴിഞ്ഞു. ഒക്ടോബർ 7 തുടങ്ങിയതാണ് ഫലസ്തീൻ ജൂത ഇഷ്യൂ. ആയുധങ്ങളൊക്കെ തീരണ്ടേ? അത് തീരാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന തർത്തീബ് അല്ലേ ഉസ്താദ് ഇപ്പൊ നടക്കുന്നത്? ആണോ? അല്ലേ? നമ്മൾ ഓരോന്ന് ഇതൊക്കെ കാണും. നോക്കൂ, ഫലസ്തീനുകളെ സഹായിക്കാൻ ഹൂസികൾ
ഹൂത്തികൾ അല്ലെ, ഹൂസ് എന്നാട്ടോ 3 പുള്ളിയുള്ള സാ ആണ് ഹൂത്തികൾ എന്നാ പറയേണ്ടത്. പിന്നെ ഹിസ്ബുല്ല, അലാ ഇന്ന ഹിസ്ബുല്ല അല്ലേ. നോക്കൂ, കടല് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, ബർറിലും കരയിലും കടലിലും ഫസാദ് വ്യാപകമായി. അമേരിക്കനെ അടിച്ചോണ്ടിരിക്കുകയാണ്. എത്ര കപ്പലുകളാ തകർക്കുന്നത് അല്ലേ. ഇൻഷാ അല്ലാഹ് ഈ യുദ്ധത്തിൽ ആര് ജയിക്കും? ഇസ്രായേൽ ജയിക്കുവോ അതോ പലസ്തീൻ ജയിക്കുവോ? പലസ്തീൻ ജയിച്ച് നിൽക്കുകയാ. എവിടെയെങ്കിലും ഒരു 10 ഹമാസിന്റെ ഡെഡ് ബോഡി നിങ്ങൾ കണ്ടോ? ഇത്രയും ദിവസത്തിനുള്ളിൽ കണ്ടോ? 10 ഹമാസിനെ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ഫോട്ടോ കണ്ടോ? യുദ്ധം തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കും, ഗസയെ ആളില്ലാ തുരുത്താക്കും എന്തൊക്കെ പറഞ്ഞ് 4 മാസം കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഹമാസിന്റെ തുരങ്കം പോലും അവർക്ക് കണ്ടെത്താനോ ബന്ദികളെ മുഴുവനായി മോചിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ നിന്ന് 20 മീറ്റർ താഴെയാണ് അങ്കബൂത്ത് പോലെ, ചെലന്തി വല പോലെ ഈ ടണല്. ഇതിനകത്തോട്ട് നമ്മളെങ്ങാനും കയറിയാണ്ടല്ലോ വട്ട് പിടിക്കുമെന്നാ പറയുന്നത്. കാരണം അങ്ങോട്ട റോഡ് ഇങ്ങോട്ട റോഡ്. ഇത് ഹമാസിന് തെറ്റുകയില്ല. അതിനകത്ത് ബാത്റൂം, AC, കോൺഫറൻസ് ഹാള് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തിന്? റെയിൽ വരെ ഉണ്ട്. കൊച്ചു ട്രെയിൻ പോകാൻ, കാറ് പോകാനും ഓട്ടോ പോകാനും ഒക്കെ ഉള്ള വിശാലമായ തുരങ്കം. എന്റെ പൊന്നു ഹബീബെ, അവരെയാണ് നമ്മുടെ പത്രങ്ങൾ, മനോരമയും മാതൃഭൂമിയൊക്കെ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന് വിളിക്കുന്നത്. ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്ന ഹമാസിന്റെ മക്കളെ ഭീകരവാദി എന്ന് വിളിക്കാവോ? നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ രക്തം കൊടുത്തില്ലേ? ഇല്ലേ? എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പടപൊരുതിയില്ലേ? ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങൾ ഈ ഹദീസുകൾ ശ്രദ്ധിക്കേൻ. രണ്ടാമത് ഇങ്ങനെ ഒരു യുദ്ധം നടക്കും. അത് 4 ദിവസം നീണ്ടു നിൽക്കും. 4 ദിവസം. നാലാമത്തെ ദിവസത്തിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നഹദ ഇലൈഹിം ബഖിയത്തു അഹ്ലിൽ ഇസ്ലാം. മുസ്ലിം സേന ആർത്ത് എരമ്പി ശത്രുവിന്റെ മേൽ ചാടി വീഴും. ഹത്താ യജഅലുല്ലാഹു ദീറത അലൈഹിം. അള്ളാഹു അവരെ പരാജയപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടയാൾ ഇമാം മഹ്ദിയ റളിയല്ലാഹു അൻഹു. ഇമാം മഹ്ദി വന്നാൽ യംലികു 7 സിനീൻ, 7 കൊല്ലം അധികാരത്തിലിരിക്കും. അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 9 എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുണ്ട്. ഇസ്മുഹു ഇസ്മി, ആ മഹാന്റെ പേര് എന്റെ പേരാണ്. വസ്മു അബീഹി ഇസ്മു അബീ, അവരുടെ ബാപ്പയുടെ പേര് എന്റെ ഉപ്പയുടെ പേരുമാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹിൽ ഹസനി കണ്ടോ? ഫാത്തിമത്തു സഹറയുടെ പുത്രൻ, അലിയാർ തങ്ങളുടെ പുത്രൻ ഹസൻ, ഹസൈനാറിന്റെ പരമ്പരയിലാണ് ഇമാം മഹ്ദി വരേണ്ടത്. സയ്യിദാണ് ഇമാം മഹ്ദി, അഹ്ലുബൈത്ത. ഇനി 3ാമത്തെ അടയാളം എന്താണെന്നറിയോ? ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട 3ാമത്തെ അടയാളം എന്താ? അതൊരു ഭയങ്കര അടയാളമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യകൂനു ഇഖ്തിലാഫുൻ ഇൻദ മൗതി ഖലീഫ, ഒരു ഖലീഫ മരിക്കും. ആ ഖലീഫയുടെ മരണശേഷം അധികാരത്തിന് വടംവലിയുണ്ടാകും. ആ സമയത്ത് യഖ്റുജു റജുലുൻ മിൻ അഹ്ലിൽ മദീന ഹാരിബൻ ഇലാ മക്ക, മദീനയിൽ നിന്നൊരാൾ ഓടും. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വന്ന് മസ്ജിദുൽ ഹറാമിലേക്ക് കയറിയിരിക്കും. ഫയഅതൂനഹു ഉനാസു മക്ക, മക്കക്കാര് വന്നുകൊണ്ട് ഫയുഖ്രിജൂനഹു ഫയുബായിഊന ബൈനർ റുക്നി വൽ മക്കാം, മക്കക്കാര് വന്നിട്ട് ആ മഹാനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ബൈഅത്ത് ചെയ്യും. മനസ്സിഷ്ടപ്പെടാതെ, വഹുവ കാരിഹുൻ എന്ന ഹദീസിലുണ്ട്, അനിഷ്ടത്തോടുകൂടി ബൈഅത്ത് നടക്കും. ഒരു ഹദീസിൽ വരുന്നുണ്ട്, അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത് യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഇമാം മഹ്ദി അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. അല്ലാഹു മഹ്ദിയെ, ഇമാം മഹ്ദിയെ പക്വതപ്പെടുത്തും ഒറ്റ രാത്രി കൊണ്ട് അധികാരമേറ്റെടുക്കാൻ. ഒരു രാത്രിയിലാണ് ഈ ദൗത്യത്തിന് ഇമാം മഹ്ദി അർഹനാകുന്നത്. ഒരു രാത്രിയിലാണ് ജനിച്ച്. മൗലിദുഹു മദീന, മദീനത്താ ജനിക്കുന്നത്. 40 വർഷം വളരുമ്പോഴും ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാനുണ്ട് എന്ന് മഹാന് ബോധ്യമില്ല. 40ാമത്തെ വയസ്സിലാണ് അള്ളാഹു ഒരു രാത്രിയിലാണ് ഈ ദൗത്യം കൊടുക്കുക. അതൊരു ദൗത്യമാ കണ്ടോ?
ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യക്സുറൽ മാലു വയഫീല. സമ്പത്ത് വർദ്ധിക്കാതെ, പൈസ ഒഴുകാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല. എവിടെയും പൈസ ഒഴുകും. ലാ തഖൂമു സ്സാഅതു ഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വഅൻഹാറാ. ലോകം അവസാനിക്കുകയില്ല, അറേബ്യയുടെ മരുഭൂമി ആയിത്തീരും. മുറൂജൻ വഅൻഹാറാ, പച്ചപ്പ് പിടിച്ച മരുപ്പച്ചയായി മാറും, നദികളും ഉണ്ടാകും. മനസ്സിലാക്കണേ, ഇമാം മഹദി വരുന്നതിന് മുമ്പ് അറേബ്യയിലെ 17% ഇപ്പൊ പച്ചപ്പ് പിടിച്ചതായി. സൗദിയിലെ മലകളിലൊക്കെ ഇപ്പൊ പച്ച കളറാ. അവിടെയൊക്കെ ചെറിയ ചെറിയ നദികൾ ഒഴുകാൻ തുടങ്ങി. മനസ്സിലായോ? ഇനി ഒരു ഹദീസും കൂടി ഉണ്ട്, അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇദാ റഅയ്തുമൂ, നിങ്ങൾ ഇമാം മഹദിയെ കണ്ടാൽ ഫബായിഉ, നിങ്ങൾ ബൈഅത്ത് ചെയ്യണേ. ഇമാം മഹദി വന്നാൽ നിങ്ങൾ ബൈഅത്ത് ചെയ്യണം കേട്ടോ. നിങ്ങളെ തീവ്രവാദിയായിട്ട് ഗവൺമെന്റ് ഒന്നും പിടിക്കൂല. അന്നത്തെ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ടാവും. സേമിയാണോ ചായയാണോ? ഫൈദാ റഅയ്തുമു, നിങ്ങൾ ഇമാം മഹദിയെ കണ്ടാ ബൈഅത്ത് ചെയ്യണേ. വലൗ ഹബ്വൻ അല സൽജ്. എന്താ ഈ ഹദീസിന്റെ അർത്ഥം? ഉസ്താദ്മാര് പറയട്ടെ. വലൗ ഹബ്വൻ അല സൽജ്, മഞ്ഞിന്റെ മുകളിലൂടെ മുട്ടിലെടഞ്ഞെങ്കിലും. നോക്കൂ, ഇമാം മഹദി വരേണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പം മഞ്ഞുകട്ട പിടിച്ച് കിടക്കുകയാ മലകളിൽ. ഈ അടുത്ത് എല്ലാ ചാനലും അത് കാണിച്ചു. ഉണ്ടോ? ഇമാം മഹദി വരാറാവുമ്പോ ആദ്യം സ്വീകരിക്കേണ്ടവര് മഞ്ഞുകട്ടയുടെ മുകളിലൂടെ പോയി ബൈഅത്ത് ചെയ്യുന്നത് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. കാലാവസ്ഥ പോലും അതിന് അല്ലാഹു അനുകൂലമാക്കിക്കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി മറ്റൊരു റിവായത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യഖ്തതിലു ഇൻദ കൻസികും സലാസ. ശ്രദ്ധിക്കണേ, ഈ ഹദീസ് ശ്രദ്ധിക്കണം. യഖ്തതിലു ഇൻദ കൻസികും, നിങ്ങളുടെ നിധിയുടെ അടുക്കൽ യുദ്ധം ചെയ്യും. സലാസത്തുൻ, 3 പേര്. കുല്ലുഹും ബനി ഖലീഫ, 3 പേരും ഒരു രാജാവിന്റെ മക്കളാണ്. സുമ്മ ലാ യഊദു ഇലാ വാഹിദിൻ മിൻഹും, ഈ 3 രാജകുമാരന്മാർക്കും അധികാരം കിട്ടുകയില്ല. നിങ്ങളെ നിധിയുടെ അടുക്കൽ 3 പേര് യുദ്ധം ചെയ്യും. അവർ 3 പേരും ഒരു രാജാവിന്റെ മക്കളാണ്. ഞാൻ ഈയിടെ കഴിഞ്ഞ മാസം ഒരു ഉംറയ്ക്ക് പോയി. ഉംറ വിത്ത് നിക്കാഹ്. ഒരു നിക്കാഹിൽ പങ്കെടുക്കാൻ ഹറമിൽ വെച്ചായിരുന്നു നിക്കാഹ്. അവിടെ വെച്ച് ഞാനൊരു അറബിയെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഈ നിധിയുള്ള രാജ്യം ഏതാ? അത് ഇത് തന്നെ. അപ്പൊ ഹദീസിലുണ്ട്, ഇന്ദ കൻസിക്കും ഐ കൻസിൽ കഅബ എന്നൊരു തഫ്സീർ പറയുന്നുണ്ട്. കഅബയാകുന്ന നിധിക്ക് വേണ്ടി 3 പേര് യുദ്ധം ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പോഴത്തെ ഖലീഫ ആരാ? സൽമാൻ. സൽമാൻ എത്ര മക്കളാ? 3 ആൺപിള്ളേര്. അല്ലാ, ഇനിയിപ്പോ നാളെ എന്നെ ഉംറയ്ക്ക് വിടൂല. കാരണം ഇതൊക്കെ ഇപ്പൊ സൗദിയിൽ എത്തിയാലുണ്ടല്ലോ അല്ലേ. സൽമാനാണ് ഇപ്പോഴത്തെ ഖലീഫ. സൽമാന് 3 ആൺപിള്ളേരാണുള്ളത്. ഇപ്പോഴത്തെ വലിയുൽ അഹദ് മുഹമ്മദ് ബിൻ സൽമാനാണ്. അപ്പോ രാജാവിന്റെ മരണത്തോടനുബന്ധിച്ച് 3 മക്കൾ അധികാരത്തിന് വേണ്ടി വടംവലി നടത്തും. 3 പേർക്കും അധികാരം കിട്ടുകയില്ല. ആ സമയത്ത് മദീനത്തുനിന്ന് ഒരാൾ ഓടി വരും, മക്കയിൽ വന്ന് അഭയം തേടും. ആ ബഹുമാനപ്പെട്ട വ്യക്തിത്വമാണ് ഇമാമുന വസയ്യിദുന മഹ്ദി റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല മഹ്ദി ഇമാമിനെ കാണാനും ബൈഅത്ത് ചെയ്യാനും പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. ഇമാം മഹ്ദി വന്നാൽ ആദ്യം എതിർക്കുന്ന ആരാന്നറിയോ? ആരാ? നിങ്ങൾ തന്നെയാ. നിങ്ങളെന്ന് പറയാൻ മലപ്പുറംകാരെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഗൾഫുകാർ ആദ്യം എതിർക്കും. കണ്ടോ? തഹ്സൂന ജസീറത്തൽ അറബ്, ഇമാം മഹ്ദിയും വിശ്വാസികളും അറേബ്യൻ ഉപദ്വീപിനോട് യുദ്ധം ചെയ്യും. അല്ലാഹു അവിടെ വിജയം കൊടുക്കും ഇമാം മഹ്ദിക്ക്. രണ്ടാമത്തെ യുദ്ധം തഹ്സൂന ഫാരിസ, ഇറാനോടാണ്. ഇമാം മഹ്ദി ഇറാനെ പരാജയപ്പെടുത്തും, അല്ലാഹു ഫതഹ് കൊടുക്കും. പിന്നീട് യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സുമ്മ തഹ്സൂന റൂം, റോമയോടാണ്, ഇറ്റലിയോടാണ്, പാശ്ചാത്യ നാടുകളോടാണ്. അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും. നാലാമത് യുദ്ധം ചെയ്യുന്നത് സുമ്മ തഹ്സൂന ദജ്ജാൽ, ദജ്ജാലിനോടാണ്. അതായത് ദജ്ജാല് വന്നാൽ വരാൻ കാത്തിരിക്കുന്നതും സഹായിക്കുന്നതുമായ ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇസ്രയേൽ ഉണ്ടോ? മുത്തുനബി പറയുകയാണ്,
യത്ബഉ ദജ്ജാല 70,000 മിൻ യഹൂദി ഇസ്ഫഹാൻ. ഇസ്ഫഹാൻ എന്ന നാടുണ്ട്. ആ നാട്ടിലെ 70,000 ജൂതന്മാർ ദജ്ജാലിന്റെ പട്ടാളത്തിലേക്ക് ചേരും. അലൈഹിമുത്തൈലസാൻ, അവരുടെ തലയിൽ ഒരു തരം ഷാളുണ്ട്. ഈ ഷാളല്ല, ജൂതന്മാരുടെ ഷാള് കാണണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് കാണാൻ പോയാൽ മതി. ഇപ്പൊ പോകണ്ട കേട്ടോ, ഇപ്പൊ യുദ്ധം നടക്കുകയാണ്, വിടൂല. ശാന്തമാവുമ്പോൾ പോയിക്കോളി. നമുക്കൊക്കെ പോകാൻ തൗഫീഖ് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നരസിംഹറാവു പ്രധാനമന്ത്രി ആയതുകൊണ്ടാ. ആ ചങ്ങാതി ഇസ്രയേലുമായിട്ട് ഡിപ്ലോമാറ്റിക് ബന്ധം സ്ഥാപിച്ചത് കൊണ്ടാ. സൗദിക്ക് അബ്ദുറഹ്മാൻ സുദൈസിക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നരസിംഹറാവിന് വേണ്ടി ദുആ ചെയ്യണമെന്നോ? ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച നരസിംഹറാവു, അതുകൊണ്ട് നമുക്കൊക്കെ ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ പറ്റുന്നു, അതുകൊണ്ട് നരസിംഹറാവിന് ദുആ ചെയ്യണമെന്നാണോ? അല്ല. അതൊക്കെ അല്ലാഹു തആല സുൽത്താനുൽ ഹിന്ദിന്റെ ബർക്കത്ത്, ഖാജ ഗരീബ് നവാസിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കയ്യിൽ 1,25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഫലസ്തീനിൽ പോവാം, അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പോകണം. പോയാൽ മാത്രം പോരാ, നാട്ടുകാരെ ഒക്കെ നിങ്ങൾ കാടിളക്കി കൊണ്ടുപോകണം. നമ്മുടെ ഹറമല്ലേ? അതെന്താ നമ്മുടെ മുസ്ലിയാക്കന്മാരൊന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ ഫളായിൽ പറയാത്തത്? 17 മാസം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച ആദ്യത്തെ ഹറമാണ് നമ്മുടെ. അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും. മൈമൂന ബീവി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ അഫ്തിന ഫീ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ചരിത്രം പറയൂ നബിയെ. ഫഇന്നഹു അർളുൽ മഹ്ശരി വൽ മൻശർ, അവിടെയാണ് മഹ്ശറ, അവിടെയാണ് മഹ്ശറ, അവിടെയാണ് ഉത്ഥാനം, എഴുന്നേക്കുന്നത് എല്ലാവരും. ഇൻഷാ അല്ലാഹ് അത് കാണണ്ടേ? ഞാനും വാപ്പയും എൻ്റെ നല്ല പാതിയുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി നേരെ റിയാദിലെത്തി. റിയാദിൽ നിന്ന് അമ്മാനിലേക്ക് പറന്നു. അമ്മാൻ ജോർദാൻ്റെ തലസ്ഥാനമാണ്, നല്ല സ്ഥലം കേട്ടോ അമ്മാൻ. അവിടെ പോയി റെസ്റ്റ് എടുത്തു. അമീർ പറഞ്ഞു നമുക്ക് നാളെ രാവിലെ നമുക്ക് പിന്നെ മൂത്തത്ത് യുദ്ധം നടന്ന സ്ഥലത്ത് പോവാം. അവിടെ നിന്ന് നമ്മൾ ഷുഐബ് നബിയുടെ ഖബറിൽ പോകും. 4 ദിവസം ജോർദാനി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇസ്രയേൽ വഴി പിന്നെ ബൈ റോഡാ ഇസ്രയേൽ വഴി ഈജിപ്തിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ പോയി ഒരു പകല് മുഴുവനും AC ബസ്സിൽ യാത്ര ചെയ്യുക. വേറെ ഒന്നും അവിടെ ഇല്ല, വെറും മലകളും ഭൂമിയും. അപ്പൊ എൻ്റെ ഭാര്യ പറഞ്ഞു, പടച്ചവനെ ഇവിടെയാണോ മഹ്ശറ എന്ന്. അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കിതാബ് ആഴത്തി നോക്കിയപ്പോഴാണ് ഇതേ റസൂലുള്ള പറയുന്നത് അവിടെയാ നിങ്ങളുടെ മഹ്ശറ എന്ന്. അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ ഭയങ്കര സാധനം കേട്ടോ. ഏയ് നിങ്ങൾ പെണ്ണുങ്ങളെയൊന്നും അങ്ങനെ മോശക്കാരാക്കണ്ട. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ദീൻ വന്നാലുണ്ടല്ലോ പിന്നെ അടുക്കളയിലും എപ്പോഴും ദിക്റിലായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് മൂത്താ പിന്നെ നമുക്ക് കടിഞ്ചായും കിട്ടൂല, കഞ്ഞിയും കിട്ടൂല. ഞാൻ ഈയിടെ ഒരു വാതിന് പോകാൻ വേണ്ടി, എനിക്ക് ഭയങ്കര മടിയനാണേ. തുണി കഴുകി തരുന്നതും അയണിട്ട് തരുന്നതും നമ്മുടെ നല്ല ബാധിയ. ഞാനത് ചെയ്ത് കഴിഞ്ഞ് വാത് കഴിഞ്ഞ് ഒരു 500 രൂപ അവൾക്ക് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അത് പിടിക്കല്ലേ, ബാക്കിയെല്ലാം പിടിച്ചോ. അതെന്താ, ഭാര്യയ്ക്ക് വല്ലപ്പോഴും ഒരു 500 രൂപ കൊടുക്കുന്നതിന് അവർക്ക് എന്തെങ്കിലും ഗുളികയും ഇതിനൊക്കെ മേടിച്ച് ഓട്ടോറിക്ഷയ്ക്കൊക്കെ കൊടുക്കാമല്ലോ, അല്ലേ? കൊടുക്കണ്ടേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഭാര്യമാരിപ്പോൾ അടുക്കളയിൽ ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, സലാത്തി ചൊല്ലുന്നു. ഈയിടെ എൻ്റെ ഭാര്യ വല്ലാണ്ട് സലാത്തി ചൊല്ലുന്നു. ഞാൻ ചോദിച്ചത് എന്താടി നിനക്ക് പെട്ടെന്ന് ഈമാൻ? അല്ല, അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഭാര്യ, എൻ്റെ മച്ചാൻ്റെ ഞങ്ങളുടെ നാട്ടിൽ മച്ചാന്ന് പറയും ഭർത്താവിന്, മച്ചാൻ്റെ അനിയത്തി ഹാഫിളത്താ. ആ കൊച്ച് എപ്പോഴും സലാത്തി ചൊല്ലുന്നു, മൊബൈൽ തുറന്നു വെച്ചുകൊണ്ട്. അത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇവളും സലാത്ത്. ഇൻഷാ അല്ലാഹ് സലാത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സുന്നി പെണ്ണുങ്ങൾ മോശമൊന്നും അല്ല കേട്ടോ, നല്ല ദിക്ർ ചൊല്ലുന്നവരുണ്ട്. ഈയിടെ ഒരു പെണ്ണുങ്ങൾ അവ്വാബീൻ നിസ്കരിക്കുന്നു. അപ്പോൾ എന്നോടൊരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ അങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ അവ്വാബീൻ? ഞാൻ പറഞ്ഞു, ഉണ്ടടാ. മഗ്‌രിബ് കഴിഞ്ഞ് 2-2-2 മഗ്‌രിബിന്റെ സുന്നത്ത് കൂടാതെ ഒരു 6 റക്അത്ത് നിസ്കരിക്കുന്നത് സലാത്തുൽ അവ്വാബീന. അതെന്താ? അത് നമ്മുടെ ഭാര്യ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എനിക്കിതൊന്നും അറിയില്ലല്ലോ. ഉസ്താദിനോട് ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നാളെ പോലെ ഞാനും തുടങ്ങും. ഇൻഷാ അല്ലാഹ് തുടങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ പണ്ഡിതന്മാരൊക്കെ മേടിക്കേണ്ട ഒരു കിതാബാണ് മുകാശഫത്തുൽ ഖുലൂബ് അൽ മുഖറിബ് ഇല അല്ലാമിൽ ഒയൂബ്. ഗസാലി ഇമാമിൻ്റെ കിതാബാണ്, നല്ലൊരു കിതാബാണ്. നമ്മുടെ മിൻഹാജുൽ ആബിദീൻ, ബിദായത്തുൽ ഹിദായ, പിന്നെ ഇഹ്യാ ഉലൂമുദ്ദീനൊക്കെ പോലെ ഒരു നല്ല കിതാബ്, ചെറിയ കിതാബ്. അതിനകത്ത് ഞാനൊരു സംഭവം കണ്ടു. അസ്സലാത്തു അലയ്യ നൂറുൻ അലസ്സിറാത്ത്. ഒരു ഹദീസാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് സുറാത്ത് പാലത്തിൽ പ്രകാശമാണ്. അതിൻ്റെ താഴെ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മഹാൻ
ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കണ്ടു. സലാം പറഞ്ഞു. റസൂലുള്ള മൈൻഡ് ചെയ്തില്ല. അള്ളാഹുവിൻ്റെ റസൂലേ, അവിടെ എന്നോട് കോപത്തിലാണോ ദേഷ്യത്തിലാണോ? ഞാൻ അങ്ങയുടെ ഉമ്മത്തിയല്ലേ. അങ്ങയുടെ സമുദായത്തെ ഉമ്മ മക്കളെ തിരിച്ചറിയും പോലെ അറിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, ഞാൻ എൻ്റെ സമുദായത്തെ തിരിച്ചറിയും, പക്ഷേ എനിക്ക് നിന്നെ മനസ്സിലായില്ല. അന്നകലം തദ്കുർനി, നീ എന്നെ ഓർക്കാറില്ലല്ലോ സ്വലാത്ത് കൊണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. പിറ്റേന്ന് അദ്ദേഹം ഞെട്ടി എണ്ണിച്ചു. 100 സ്വലാത്ത് നഫ്സിന് നിർബന്ധമാക്കി ചൊല്ലാൻ തുടങ്ങി. അതാ വരുന്നു 14-ാം രാവിന്റെ ശോഭയുള്ള റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് സ്വപ്നത്തിൽ വരുന്നു. അദ്ദേഹത്തെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഇൻഷാ അല്ലാഹ് എനിക്കും ഭയങ്കര മടിയാ സ്വലാത്തിയല്ല. എന്താണെന്നറിയില്ല, സ്വലാത്തിയല്ല മടിയ. ഈ സംഭവം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും അള്ളാഹു ഹിദായത്ത് തന്നു. ഞാനും ഇപ്പോൾ കുറേ സ്വലാത്തി ചൊല്ലുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ചൊല്ലാതെ നിങ്ങളുടെ ചൊല്ലാൻ പറയുന്നത് ശരിയാണോ? വാഇദ് മുത്തഇദ് ആണ്ടേ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ നടക്കുന്ന ആ സ്വലാത്തിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കണം. ഉമ്മ പെങ്ങന്മാരും എല്ലാവരും വരണം. ബഹുമാനപ്പെട്ട ലിയാഖത്ത് അലി പൂക്കോയ തങ്ങളുടെ മജ്ലിസിൽ നടക്കുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയും ലോകർക്ക് വേണ്ടിയും പലസ്തീനികൾക്ക് വേണ്ടിയും വസ്സക്കാർക്ക് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യുന്നുണ്ട് അവിടെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി വന്നാൽ 9 മാസം യുദ്ധമാണ്, ഹർബ്, വാർ. ലോകത്തോട് യുദ്ധം ചെയ്യും. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ഇസ്രയേല്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരോടാ യുദ്ധം ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ തുഖാതിലു ഖൂസൻ വകർമാന. ഖൂസിനോടും കർമാനിനോടും യുദ്ധം ചെയ്യാതെ ലോകം അവസാനിക്കുകയില്ല. സിഗാറുൽ അയുൻ, ചെറിയ കണ്ണുള്ളവർ. ഹുമറൽ വുജൂഹ്, മുഖത്ത് വല്ലാത്ത ചുമന്ന കളറാണ്. തീർന്നില്ല. കന്ന വുജൂഹഹും കൽ മജാനിൽ മുത്തറക, അവരുടെ മുഖം അടിച്ചു വരത്തപ്പെട്ട പരിച പോലെയാണ്. അത് മംഗോളിയ, ചൈന, ജപ്പാൻ ഒക്കെയാ. അപ്പോ എല്ലാ രാജ്യവും ഇമാം മഹ്ദിയോട് കടമ രേഖപ്പെടുത്തും. കെലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തമീമുദ്ദാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ മുത്തുനബി റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു. തീർച്ചയായിട്ടും ഈ ഇസ്ലാമിന്റെ സന്ദേശം രാവും പകലും എത്തുന്ന സ്ഥലത്തൊക്കെ ഇസ്ലാമിന്റെ മെസ്സേജ് എത്തും. ഒരു കൊട്ടാരവും ഒരു കുടിലും ബൈത്ത് മദർ വലാ വബർ. എന്താ വബർ എന്ന് പറഞ്ഞാൽ? രോമം, ചെമ്മരിയാടിന്റെ രോമമൊക്കെ മുകളിൽ ഇട്ടിട്ടുണ്ടാക്കുന്ന കുടില്. വബർ. മദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് കലക്കി ചുടുകട്ടയാക്കി ഭിത്തികളുണ്ടാക്കുന്ന വീട്. ചെറിയ വീട്ടിലും വലിയ വീട്ടിലും ഇസ്ലാമിന്റെ മെസ്സേജ് എത്തും. അവസാനം അമേരിക്കൻ വൈറ്റ് ഹൗസിലും എത്തും. നല്ല ബ്രില്യൻ്റ് ആയ ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇസ്ലാമിന് മുതൽക്കൂട്ട്. കടുത്ത ശത്രുക്കൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അവർ ലേഖനം എഴുതും, പ്രസംഗിക്കും. അതും ഇസ്ലാമിന് മുതൽക്കൂട്ട്. നോക്കൂ, നമ്മുടെ ടവറുകൾക്ക് ഫ്ലൈറ്റ് ഇടിച്ച സംഭവം ഉണ്ടായില്ലേ? അതിനുശേഷം അതിനെന്തെന്നാ പറയാ? വേൾഡ് ട്രേഡ് സെന്റർ. അതിനുശേഷം യൂറോപ്പിൽ ഇസ്ലാം വളരുകയാ. ഉണ്ടോ? ചുമ്മാ തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷുകാർക്ക് തോന്നി, എന്നാ പിന്നെ ഇസ്ലാം എന്താ ഇത്ര തീവ്രവാദമോ, ഇസ്ലാമിനൊന്ന് പഠിച്ചേക്കാം. എത്ര പേരാ ഇപ്പൊ ഇസ്ലാമിലേക്ക് വരുന്നതെന്നറിയോ? നമുക്കൊക്കെ അവിടെ സുഹൃത്തുക്കളുണ്ടല്ലേ. കാനഡയിലുണ്ട്, അമേരിക്കയിലുണ്ട്, മിസിസിപ്പിയിലുണ്ട് അല്ലേ? ഈ കണ്ണൂരുകാരൊക്കെ ഉണ്ട് അവിടെ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അവിടെയൊക്കെ 2ഉം 3ഉം നിസ്കാരമാണ് നടക്കുന്നത്. അള്ളാഹു പടച്ചവൻ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
यहाँ में अहले ईमान सूरते खुर्शिद जीते है, इधर डूबे उधर निकले, उधर निकले इधर डूबे. ലോകത്തുള്ള ഈമാൻ ഇസ്ലാമിന്റെ ഉദാഹരണം ജഹാമെ അഹ്ലെ ഈമാൻ സൂറത്തെ ഖുർഷിദ് സൂര്യനെ പോലെയാണ്. സൂര്യൻ ഇവിടെ ഉദിക്കുന്നു, അവിടെ അസ്തമിക്കുന്നു, അവിടെ ഉദിക്കുന്നു, ഇവിടെ അസ്തമിക്കുന്നു. പൗരസ്ത്യർക്ക് ഇസ്ലാം വേണ്ടെങ്കിൽ യൂറോപ്യർക്ക് ഇസ്ലാമിനെ വേണം. അവര് നെഞ്ചോട് ചേർക്കുന്നു. നോക്കൂ, മദാമകൾ മിനിസ്കർട്ട് മാറ്റുന്നു, അവര് ഫുൾ വസ്ത്രത്തിലേക്ക് കടക്കുന്നു, അവർ സ്വലാത്ത് ചൊല്ലുന്നു, അവർ കെലിമ ചൊല്ലുന്നു. അതുകൊണ്ട് യുവാക്കളെ, ഉമ്മപെങ്ങന്മാരെ, അള്ളാഹുവിലേക്ക് അടുക്കണേ, ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കണേ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ അവരോട് സഹകരിക്കണം. നമ്മളാൽ കഴിയുന്ന പാവങ്ങൾക്ക് അരി കൊടുക്കണം, മരുന്നിന് കാശ് കൊടുക്കണം. അള്ളാഹു പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. ഈ നാടിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാനിന്ന് പരപ്പനങ്ങാടി വന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള നൂറുൽ ഹക്കിനോട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ നാട് വാര്യൻ കുന്നൻ്റെ നാടാണ്, ഈ നാട് മമ്പുറന്തങ്ങളുടെ നാടാണ്, ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് അല്ലേ. അള്ളാഹു പടച്ചവൻ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊന്ന് വെറും പേടിത്തൊണ്ടന്മാരായിപ്പോയി, വെറും ഷണ്ടന്മാരായിപ്പോയി. അതുകൊണ്ട് ധീരതയോടെ ജീവിച്ച് ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് ഇൻഷാ അള്ളാഹു സമൂഹത്തിലേക്ക് ഇറങ്ങാൻ എത്രയോ യുവാക്കൾക്ക് ദീൻ അറിയില്ല. അതുകൊണ്ട് അവർക്ക് ദീൻ പരിചയപ്പെടുത്തണം. അള്ളാഹു പടച്ചവൻ അതിനേറ്റവും വലിയ മുഖ്യമായ ഘടകം ഈ സാദാത്തുക്കള ബാഫക്ക് തങ്ങൾ, PMS പൂക്കായ തങ്ങൾ. നമ്മൾ കേരളീയർക്ക് വലിയ ഭാഗ്യമല്ലേ ഈ കബീലയെ, ഈ തറവാടിനെ നമുക്ക് നേതാക്കളായി കിട്ടിയത്. അല്ലാഹു തആല പടച്ചവൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് പാര സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ഒരു സയ്യിദാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് ശേഷം. അല്ലാഹു തആല ഈ വടവൃക്ഷത്തെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തട്ടെ. അല്ലാഹു സുന്നത്ത് ജമാഅത്തിനെ പടച്ചവൻ അല്ലാഹു വളർത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലേക്ക് വരാൻ എനിക്കും സാധിച്ചു, അൽഹംദുലില്ലാഹ്. സദാത്തുക്കളെ കാണാൻ സാധിച്ചു. നിങ്ങളുടെ ദുആയിൽ എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ദുആ, റബ്ബി സിദ്നി ഇൽമാ. ഖുർആൻ പറഞ്ഞത് കാശ് ചോദിക്കാനല്ല പറഞ്ഞത്, ഇൽമ ചോദിക്കാനാണ് പറഞ്ഞത്. റബ്ബി സിദ്നി ഇൽമാ. അല്ലാഹു നമ്മുടെ ഇൽമിൽ നമുക്ക് സിയാദത്തും ബർക്കത്തും പടച്ചവൻ തരട്ടെ. പഠിച്ച ഇൽമ അനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.